പ്രതിപക്ഷ നേതാവിൻ്റെ മുട്ടുകാൽ തല്ലിയൊടിച്ചാലോ, അതും തെളിവുകളില്ലാതെ? ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിൻ്റെ ചോദ്യമാണ്. വസീഫിനെ കൊണ്ട് ഈ വിഡ്ഢി ചോദ്യം ചോദിപ്പിച്ചത് വീണ ജോർജിനെ ആക്രമിക്കുന്ന വീഡിയോ പുറത്തു കൊണ്ടുവരുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇനാം പ്രഖ്യാപിച്ച ആക്ഷേപഹാസ്യമാണ്. കൂടി പറയട്ടെ, ഞങ്ങളൊരു ഇനാം തിരിച്ചങ്ങ് പ്രഖ്യാപിച്ചാലോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മുട്ടുകാല് തല്ലിയൊടിച്ച് വരുന്നവർക്ക്, അതിന് ദൃശ്യങ്ങളില്ലാതെ തല്ലിയൊടിച്ച് വരുന്നവർക്ക് ഞങ്ങളൊരു ഇനാം പ്രഖ്യാപിച്ചാലോ? ഈ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കൂ? ദൃശ്യങ്ങളില്ലാതെ ഈ പ്രതിപക്ഷ നേതാവിനെയും. വസീഫിന്റെ ചോദ്യം സൂപ്പറാണ്. പക്ഷേ വിവരമുണ്ടായിട്ടും വിവേകമില്ലാത്തവന്റെ ചോദ്യമായി പോയി. അല്ലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്ന ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പലപ്പോഴും തെളിവുകൾ ഉണ്ടാവാറില്ലല്ലോ. 56 വെട്ടുവെട്ടി തെളിവില്ലാതാക്കാൻ മാഷാ അല്ലാ ബോർഡ് വെച്ചവരും സ്ക്രീൻഷോട്ടുകൾ കൊണ്ട് അമ്മാനമാടുന്നവരും നിങ്ങളാണല്ലോ. അപ്പോൾ തെളിവുകളില്ലാതാക്കുന്ന വിദ്യ നിങ്ങൾക്ക് സ്വന്തമാണല്ലോ. ഇവിടെ വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചത് പച്ച വെളിച്ചത്തിലാണ്. അവിടെ 19 പോലീസുകാരുണ്ട്, വീണ ജോർജിൻ്റെ അംഗരക്ഷകരുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്, CCTVകളുണ്ട്, ക്യാമറകളുണ്ട്. ഇതിൽ പ്രതിഷേധക്കാർ വരുന്നതും അവരെ പിടിച്ചു മാറ്റുന്നതും വീണ ജോർജ് കോപാന്തയാകുന്നതുമെല്ലാം വീഡിയോയിലുണ്ട്. പക്ഷേ വീണ ജോർജിനെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് മാത്രം വീഡിയോയിലില്ല. അതുകൊണ്ടാണ് തെളിവ് ചോദിച്ചത്. ഇല്ലാ കഥകൾ പറഞ്ഞ് അണികളെ പ്രകോപിപ്പിച്ച് എന്തെല്ലാം അക്രമങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രതിഷേധക്കാരൻ്റെ വീടിന് വരെ ബോംബെറിഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവിൻ്റെ കാൽ പച്ച വെളിച്ചത്തിൽ CCTVകൾക്ക് മുന്നിൽ, ക്യാമറകൾക്ക് മുന്നിൽ തല്ലിയൊടിക്കുന്ന ഒടിവിദ്യ നിങ്ങളിൽ എത്ര പേർക്കുണ്ടെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ അത് ചെയ്യൂ.